ഹലോ, ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും സോഷ്യൽ മീഡിയ കത്തിക്കാൻ അങ്ങേറിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഒരൊറ്റ പോസ്റ്റ് ഇട്ടു, അതോടെ സോഷ്യൽ മീഡിയ ഹാങ് ആകുകയും ചെയ്തു. അതെ, മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബസൂക്കയിലെ അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് മമ്മൂട്ടി തന്നെ പുറത്ത് വിട്ടിരിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, കറുത്ത കോട്ടൊക്കെ വെച്ച്, താടിയൊക്കെ വെച്ച് ഒരു ഉഷാറായിട്ടുള്ള ഒരു ലുക്ക്. അതെ, മലയാളത്തിൽ എണ്ണം തികഞ്ഞ ഒരേ ഒരു നടൻ. ഇമ്മാതിരി ഗ്ലാമറസ് ആയിട്ടും ഇമ്മാതിരി രസകരമായിട്ടുള്ള വേഷപ്പകർച്ച ആടാനും വേറെ ഒരു നടനില്ല എന്നുള്ളത് തന്നെ പറയാം. അതിപ്പോൾ പിച്ചക്കാരൻ്റെ വേഷമാണേലും പണക്കാരൻ്റെ വേഷമാണേലും അത് മമ്മൂട്ടി എന്ന നടന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി സ്റ്റൈലിഷ് ലുക്കുകളിലേക്ക് നോക്കിയാൽ 80കളിലും 90കളിലെയും അല്ലെങ്കിൽ 60കളിലെയും സ്റ്റൈലിഷ് ലുക്കും പോരും, ഇനി 2050 സ്റ്റൈലിഷ് ലുക്കും ഇവിടെ പോരും എന്നുള്ളത് തന്നെയാണ്. ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് വേറെ ഒരു നടൻ മലയാളത്തിലില്ല. ഇനിയും നമുക്ക് നോക്കിയാൽ ഹിന്ദി സിനിമകളിലൊക്കെ ഉണ്ടാകാം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പലരും വാടിക്കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. 74കാരൻ്റെ ഈ അഴിഞ്ഞാട്ടം സോഷ്യൽ മീഡിയ തീ കത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബസൂക്ക ഒരു ഒന്നൊന്നര വരവ് തന്നെയാണ് കാത്തിരിക്കുന്നത്. സാധാരണ മമ്മൂട്ടി സിനിമകൾക്കില്ലാത്ത പ്രത്യേകതയാണ് ബസൂക്കയ്ക്കുള്ളത്. ഇക്കുറി മികച്ച രീതിയിൽ തന്നെ മാർക്കറ്റിംഗ് നടക്കുന്നു. വലിയ വമ്പന്മാരാണ് സിനിമ വിദേശ രാജ്യങ്ങളിൽ പ്രദർശനത്തിന് എടുത്തിരിക്കുന്നത്. വിതരണം അമ്മാതിരി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 37 ദിനങ്ങൾ മാത്രമാണ് ഈ സിനിമ ഇറങ്ങാൻ. സമീപകാലത്തൊന്നും ഒരു മമ്മൂട്ടി സിനിമയ്ക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഇത്രത്തോളം ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു വരവ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും മമ്മൂട്ടി സിനിമകൾ അതിഗംഭീരമായി വരുമ്പോൾ വന്നതിന് ശേഷം ഗംഭീരമാകുമെങ്കിൽ ഇക്കുറി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അണിയറക്കാർ എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഈ ഒരൊറ്റ ലുക്ക് മതി ഇന്ന് സോഷ്യൽ മീഡിയ ഇളകി മറിയാൻ. മമ്മൂട്ടിയുടെ സ്ഥിരം നമ്പർ ഇതൊക്കെ തന്നെയാണ്. ഒരു നല്ലൊരു പോസ്റ്റർ ഇറക്കി വിടും, പിന്നെ ബാക്കി ചെയ്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ളവരുടെ വർക്കൊക്കെ ഒന്നും അല്ലാണ്ടായി പോകും. വീണ്ടും ഒരു താടിയൊക്കെ വെച്ച് ഒരു സ്റ്റൈലിഷ് ലുക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി തെളിയുകയാണ്, മലയാളത്തിന് സ്റ്റൈലിഷ് ലുക്കുകൾ കാണണമെങ്കിൽ വേറെ ഒരു നിവർത്തിയുമില്ല, അത് മമ്മൂട്ടിയിൽ തന്നെയാണ്. ഇനി ഒരുപക്ഷെ സൗത്ത് ഇന്ത്യ നോക്കിയാലും അത് മമ്മൂട്ടി തന്നെയെന്ന് നമുക്ക് പറയാം. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനി ലുക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അഭിനയത്തിൻ്റെ കാര്യം എടുത്താലും അങ്ങേരുടെ മുമ്പിൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ സമകാലീനർക്കൊന്നും തന്നെ പറ്റിയിട്ടില്ല. പിന്നെ യൂത്ത് താരങ്ങൾ, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ബസൂക്ക അതിഗംഭീരമായ വിജയമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ ബസൂക്ക ആളിക്കത്തും. സിനിമ ഗംഭീരമാണെങ്കിൽ 100 കോടി പൂ പറിക്കുന്ന പോലെ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാത്തിരിക്കാം. ഒരു ഹോളിവുഡ് ലുക്കിൽ മമ്മൂട്ടി നിൽക്കുമ്പോൾ അത് മലയാളിയുടെ അഭിമാനമാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.